യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വചന ധ്യാനം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നതായ ധ്യാനിക്കുന്നതായ വേദഭാഗം നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് നന്നായി ഗ്രഹിപ്പാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ സഹായിച്ചു എന്ന് ഞാൻ കരുതുന്നു. ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്ന ചിന്ത ദൈവരാജ്യം എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചുള്ളതാണ്. കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്നത് ദൈവരാജ്യം സ്ഥാപിക്കുവാനാണ്. യേശുക്രിസ്തുവിന്റെ ആ വരവിൽ യേശു ആത്മീയമായ ദൈവരാജ്യം സ്ഥാപിച്ചുകൊണ്ട് ആത്മീയ ദൈവരാജ്യത്തിന്റെ കൂടുതൽ അറിവുകൾ നമ്മിലേക്ക് യേശുക്രിസ്തു ഉപമകളിൽ വഴിയായും മറ്റ് പ്രഭാഷണങ്ങൾ വഴിയായും യേശു നമുക്ക് പറഞ്ഞു തരുവാൻ തക്കോണം ഇടയായി തീർന്നു. നമുക്ക് ലഭിച്ചതായ വേദപുസ്തകത്തിൽ അത് വളരെ വ്യക്തമായി 3 സുവിശേഷകന്മാർ വളരെ വ്യക്തമായി തന്നെ അവർ നമുക്കായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ഉപമകളിലൂടെയും ഈ വിവരണങ്ങളിലൂടെയും നമ്മൾ ദൈവരാജ്യം എന്താണെന്ന് മനസ്സിലാക്കി വേണം ഇന്ന് കർത്താവ് യേശുക്രിസ്തുവിനോടൊപ്പം നമ്മൾ ഈ ഭൂമിയിൽ ജീവിപ്പാൻ. ഇത് നമ്മൾ അറിയുന്നില്ലെങ്കിൽ ആത്മീയ ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങൾ എന്താണെന്നോ, ആത്മീയ ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾ എന്താണെന്നോ, ആത്മീയ ദൈവരാജ്യത്തിന്റെ ഭാവി എന്താണെന്നോ നമുക്ക് അറിയാതെ വരും. കേവലം ക്രിസ്ത്യാനികളായി മാത്രം നമ്മൾ ജീവിച്ചാൽ, കേവലം മതപരമായി മാത്രം നമ്മൾ ജീവിച്ചാൽ ഒരിക്കലും ഈ ആത്മീയ ദൈവരാജ്യത്തിന്റെ അനുഭവം നമുക്ക് അനുഭവിക്കുവാൻ കഴിയത്തില്ല. ഞാൻ ഈ ഒരു സന്ദേശം നിങ്ങളുമായി പങ്കിടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആ ആത്മീയ ദൈവരാജ്യത്തിന്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും അനുഭവിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഭൂമിയിലെ വാസത്തിന് ശേഷം കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുകയും അവിടെ നമ്മൾ യഥാർത്ഥ സ്വർഗീയ രാജ്യത്തിന്റെ അനുഭവത്തിൽ ജീവിക്കേണ്ടതാകുന്നു എന്നുള്ളതായ വ്യക്തമായ ബോധ്യം നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, 3 ദാസന്മാരെ ഒരു യജമാനൻ താൻ പരദേശത്തേക്ക് പോകുമ്പോൾ തൻ്റെ താലന്തുകളെ, തൻ്റെ ധനത്തെ അവരുടെ ഇടയിൽ വീതിച്ചു. എന്നിട്ട് അനേക നാളുകൾ കഴിഞ്ഞ ശേഷം അദ്ദേഹം മടങ്ങി വരികയും താൻ കൊടുത്തതായ ആ ധനത്തിന്റെ കണക്കുകൾ അവരോട് ചോദിക്കുകയുണ്ടായി. അങ്ങനെ ചോദിക്കുമ്പോൾ ആദ്യത്തെ 2 പേര്, അതായത് 2 താലന്ത് ലഭിച്ചവനായ മനുഷ്യൻ, 5 താലന്ത് ലഭിച്ചവനായ മനുഷ്യൻ, 2ഉം കൂടെ 5ഉം കൂടെ നേടിയിട്ട് അവർ യജമാനന്റെ മുമ്പാകെ കടന്നു വന്നു. അവർ യജമാനന്റെ മുമ്പാകെ കടന്നു വന്നത് ഒരു ഗ്രൂപ്പായിട്ടല്ല, ഒരു സമൂഹമായിട്ടല്ല, വ്യക്തിപരമായി അവർ യജമാനന്റെ മുമ്പിൽ കടന്നു വന്നു എന്നുള്ളത് ദൈവരാജ്യത്തിൽ ദൈവം നമ്മെ വ്യക്തിപരമായി കാണുന്നു എന്നുള്ളതായ വ്യക്തമായ സൂചനയാണ്. ഞാൻ ചിന്തിക്കാറുണ്ട്, പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് ദൈവം ഞങ്ങളെ ഒരു സഭയായിട്ട് കാണുന്നു, ഒരു കൂട്ടമായിട്ട് കാണുന്നു, ഒരു സമൂഹമായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും ദൈവസഭ എന്നവണ്ണം അത് ശരിയാണെങ്കിലും ദൈവം നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ടാണ് കാണുന്നത്. നമ്മുടെ രക്ഷയും വ്യക്തിപരമാണ്. പക്ഷേ സമൂഹമായിട്ട് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയാണ്. കാരണം നമ്മൾ ഓരോരുത്തരും ഒരു ജനമായി നിന്ന് പരസ്പരം സഹകരണത്തോടും പരസ്പരം ആത്മീയ വർധനയോടും കൂടെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ ഒരു അർത്ഥത്തിൽ സഭ എന്നുള്ള ആ വലിയ മർമ്മത്തിന് വലിയ പ്രസക്തിയാണുള്ളത്. പക്ഷേ അതേസമയം തന്നെ നമ്മൾ മറന്നു പോകരുത്, നമ്മളുടെ ദൈവത്തോടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വളരെ വ്യക്തിപരമാണ്. നമ്മളുടെ ഭാര്യ ആത്മീയമായി ഉണർന്നതുകൊണ്ടോ ആത്മീയമായി നമ്മെക്കാളും നല്ല നിലയിൽ ജീവിക്കുന്നതുകൊണ്ടോ നമുക്ക് യാതൊരു നേട്ടവും ഉണ്ടാകത്തില്ല. നമ്മുടെ മക്കൾ നമ്മളെക്കാളും നല്ല ആത്മീയ നിലവാരത്തിൽ ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു നേട്ടവും ഉണ്ടാകില്ല. മറിച്ച് ഓരോരുത്തരും വ്യക്തിപരമായി ദൈവസന്നിധിയിൽ അവർ വളർന്നു വരുന്നവരും ആത്മീയ കാര്യങ്ങളെ മനസ്സിലാക്കുന്നവരും ദൈവരാജ്യത്തിൽ ദൈവമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ആയിരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ, പ്രത്യേകിച്ച് കർത്താവ് യേശുക്രിസ്തു പറയുന്നതായ ഈ ഉപമകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ 3ാമതായ ഒരുവൻ, അതായത് അവന് 1 താലന്താണ് ലഭിച്ചത്. ശ്രദ്ധിക്കുക, ഈ 3 ദാസന്മാർക്കും താലന്തുകളെ അല്ലെങ്കിൽ സമ്പത്തിനെ വിഭജിക്കുമ്പോൾ അവനവന്റെ പ്രാപ്തിക്കനുസരിച്ചാണ് കൊടുക്കുന്നത്. ദൈവം അതുപോലാണ് ഇന്ന് നമുക്ക് തന്നെ ദാനങ്ങളെ നൽകുന്നത് നമ്മളുടെ പ്രാപ്തിക്കനുസരിച്ചാണ്. പ്രാപ്തി നമ്മൾ പ്രാപിക്കുന്നത് നമ്മുടെ അനുഭവ പരിചയങ്ങൾ കൂടെ ആണല്ലോ. അതുകൊണ്ട് നമുക്ക് പ്രാപ്തി വർദ്ധിക്കുവാൻ തക്കതായി ദൈവസന്നിധിയിൽ നമ്മൾ നമ്മെ തന്നെ സമർപ്പിക്കുന്നവരും ദൈവീയ കാര്യങ്ങളിൽ റെസ്പോൺസിബിളായി ഉത്തരവാദിത്തമുള്ളവരായി തീരേണ്ടതും വളരെ ആവശ്യമാണ്.
അങ്ങനെ ആ ഒരു താലന്ത് ലഭിച്ചവൻ യജമാനന്റെ അടുക്കൽ കടന്നു വന്ന് ഇപ്രകാരം പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 24-ാം വാക്യമാണ്, നമ്മൾ ഇന്നലെ വായിച്ച വാക്യമാണ്. എങ്കിലും ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മളത് വായിക്കുന്നു. ഒരു താലന്ത് ലഭിച്ചവനും അടുക്ക വന്ന് യജമാനനെ, നീ വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തടത്തുനിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു. ഇന്നലെ നമ്മൾ ചിന്തിച്ചല്ലോ, ഈ മനുഷ്യന് യജമാനനെ കുറിച്ച് ഒരറിവുണ്ട്. പക്ഷെ അറിയേണ്ടതുപോലല്ല അവൻ അറിഞ്ഞിരിക്കുന്നത്. തെറ്റായ ഒരു അറിവാണ് അവൻ അറിഞ്ഞിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നമ്മുടെ അറിവ് എന്ന് പറയുന്നത് തെറ്റായ അറിവായിരിക്കരുത്. അതായത് ദൈവവചനത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വിവിധ കാര്യങ്ങൾ. പക്ഷേ നിർഭാഗ്യവശാൽ പറയട്ടെ, ക്രൈസ്തവർ പോലും കർത്താവ് യേശുക്രിസ്തു ആരാണെന്നും അവന്റെ പദവി എന്താണെന്നും അവനിൽ മാത്രമായിട്ടുള്ള ആ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്നും പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാതെ പാരമ്പര്യങ്ങളോ അല്ല മറ്റുള്ളവർ പറയുന്നതോ കേട്ട്, ചിലർ പറയുന്നതായ കാര്യങ്ങൾ കേട്ട് അത് വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ, വിശുദ്ധ വേദപുസ്തകത്തിന് യാതൊരു പ്രാധാന്യം കൊടുക്കാതെ മുന്നോട്ട് പോകുമ്പോൾ, നമുക്ക് ശരിയായിട്ട് അത് ഈ മനുഷ്യനെ പോലെ ദൈവത്തെ അറിയുവാനോ അതേപോലെ തന്നെ അവനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വരുവാനോ അവനെക്കുറിച്ചുള്ള അറിവിനാൽ നിറയപ്പെടുവാനോ നമുക്ക് സാധിക്കില്ല. എന്ന് മാത്രമല്ല, നമ്മുടെ അറിവുകൾ പലപ്പോഴും തെറ്റായ അറിവുകൾ ആയിരിക്കും. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിനെ അറിയുന്നെങ്കിൽ, അതേ വചനത്തിലൂടെ തന്നെ നമ്മൾ വ്യക്തിപരമായി അവനെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, ആ അറിവ് ഒരിക്കലും തെറ്റല്ല. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള അറിവായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവായി യേശുക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായൊരു അറിവ് ദൈവവചനത്തിലൂടെ നമുക്കുണ്ടാകണം. അതിനാണ് നമ്മൾ പറയുന്നത്, ദൈവവചനം വായിക്കണം, ദൈവവചനത്തിന്റെ സന്ദേശങ്ങൾ കേൾക്കണം, ദൈവവചന പ്രകാരം ജീവിക്കണം. അങ്ങനെയൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ യേശുവിനെ നല്ലോണം അറിയുവാനും അവന്റെ സ്വഭാവത്തെയും അവന്റെ പ്രകൃതത്തെയും മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കും. ശ്രദ്ധിക്കുക, നമുക്കൊരു കൂട്ടുകാരനുണ്ടെന്നിരിക്കട്ടെ. എന്തുകൊണ്ടാണ് ആ വ്യക്തി നമ്മുടെ കൂട്ടുകാരനായത്? കാരണം നമ്മൾ അവരെ അറിഞ്ഞതുകൊണ്ട്. ഇതുപോലെ തന്നെയാണ് കർത്താവ് യേശുക്രിസ്തുവിനെ ശരിയായി അറിഞ്ഞെങ്കിൽ നമുക്ക് അവന്റെ കൂട്ടുകാരായിരിക്കാൻ കഴിയും. എന്ന് മാത്രമല്ല, അവൻ നമുക്ക് തരുന്നതായ റിസോഴ്സുകൾ, സമ്പത്ത്, നന്മകൾ, ഇവകളെ അവന്റെ സ്വഭാവത്തിനനുസരിച്ച് നമുക്ക് അതിനോട് ഉത്തരവാദിത്തപ്പെടുവാനും വ്യാപാരം ചെയ്യുവാനും നമുക്ക് സാധിക്കും. എന്നാൽ ഈ മനുഷ്യൻ എന്താണ് ചെയ്തത്? നമ്മൾ ഇവിടെ ചിന്തിച്ചതുപോലെ ഈ യജമാനനെ കുറിച്ച് തെറ്റായ അറിവുകൾ, അതേപോലെ തന്നെ യജമാനൻ അവനെ ഏൽപ്പിച്ചതായ കാര്യങ്ങളെക്കുറിച്ചുള്ള അവന്റെ കാഴ്ചപ്പാടും വളരെ വ്യത്യസ്തമായിരുന്നു. അവൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലന്ത് നിലത്തു മറച്ചു വെച്ചു, നിന്റെ ഇതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. നോക്കുക, ഈ മനുഷ്യൻ ഈ താലന്ത് വ്യാപാരം ചെയ്തില്ല. കാരണം തെറ്റായ അറിവ് നിമിത്തം അവൻ വിചാരിച്ചു, ഈ താലന്ത് കൂടെ നശിച്ചു പോയാൽ ഇവൻ എന്നെ കൊന്നുകളയും, അതുകൊണ്ട് അവൻ ഇത് മറച്ചു വെച്ചു. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? അടുത്ത വാക്യത്തിൽ യജമാനൻ വളരെ വ്യക്തമായി അവന് മറുപടി കൊടുക്കുന്നുണ്ട്. 26-ാമത്തെ വാക്യം. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തടത്തുനിന്ന് ചേർക്കുകയും ചെയ്യുന്നവൻ എന്ന് നീ അറിഞ്ഞുവല്ലോ. നോക്കുക, നീ എന്തറിഞ്ഞു? ഞാൻ വിതയ്ക്കാത്തടത്തു നിന്ന് കൊയ്യുകയും വിതറാത്തടത്തുനിന്ന് ചേർക്കുകയും ചെയ്യുന്നു. എന്നാൽ അവനെ വിളിച്ചൊരു പേരാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്, ദുഷ്ടനും മടിയനുമായ ദാസൻ. വാസ്തവത്തിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയുണ്ടായി, ഈ 3 പേർക്കും ഈ യജമാനൻ താലന്തുകളെ കൊടുക്കുമ്പോൾ ഈ 3 പേരെയും അവൻ അറിയുമായിരുന്നില്ലേ? അറിയുമായിരുന്നു. അവരവരുടെ പ്രാപ്തിയും അറിയുമായിരുന്നു. ഈ 1 ലഭിച്ചവന്റെ പ്രാപ്തി വ്യക്തമായി മനസ്സിലാക്കിയ യജമാനൻ അവൻ 1 താലന്ത് കൊടുത്തതിൽ യാതൊരു തെറ്റുമില്ല എന്ന് മാത്രമല്ല, അത് വളരെ അനുയോജ്യമാണ്. പക്ഷെ അവന് യജമാനനെ കുറിച്ചുള്ള തെറ്റായ അറിവാണ് അവനെ തെറ്റിലേക്ക്, അല്ലെങ്കിൽ ആ 1 താലന്ത് വിനിമയം ചെയ്യാതെ വണ്ണം, അതിനെ മറച്ചു വെക്കത്തക്കോണം, അതുപോലെ തെറ്റായ സമീപനങ്ങൾ ഉണ്ടാകാൻ തക്കോണം അവനെ ഇടയാക്കിയത്. ഇന്നും നമ്മുടെ ജീവിതത്തിൽ അപ്രകാരമാണ്. പക്ഷെ എനിക്ക് സന്തോഷമുണ്ടായ ഒരു കാര്യമുണ്ട്. ഇവന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും യജമാനൻ അവൻ 1 താലന്ത് കൊടുത്തു എന്നുള്ളതാണ്. അതിനർത്ഥം എന്ന് പറയുന്നത്, അതായത് ദൈവസ്ഥാനിലേക്ക് കടന്നു വന്ന ഏതൊരു വ്യക്തിക്കും ദൈവം കുറഞ്ഞ വർഷം 1 താലന്തെങ്കിലും, 1 കഴിവെങ്കിലും ദൈവം കൊടുക്കാതിരിക്കില്ല. പക്ഷെ അവൻ എന്തായിരുന്നു ചെയ്യേണ്ടത്? അവൻ ആദ്യമായി മനസ്സിലാക്കേണ്ടത് തൻ്റെ യജമാനൻ ആരാണെന്ന് അവൻ മനസ്സിലാക്കണമായിരുന്നു. അതേപോലെ തന്നെ ആ യജമാനന്റെ പ്രകൃതം എന്താണെന്ന് അവൻ മനസ്സിലാക്കണമായിരുന്നു.
യജമാനന് അവൻ ബഹുമാനം കൊടുക്കുമ്പോൾ, ആദരവ് കൊടുക്കുമ്പോൾ, യജമാനൻ അവനെ ഏൽപ്പിച്ച കാര്യത്തിനും അതേ ആദരവും ബഹുമാനം കൊടുത്തുകൊണ്ട് അവന് ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളിപ്പേര് അവന് കേൾക്കുവാൻ കഴിയുമായിരുന്നു. പക്ഷേ അതിന്റെ സ്ഥാനത്ത് അവനെ വിളിച്ച പേര് ദുഷ്ടനും മടിയനുമായ ദാസനെ. നോക്കുക, ഒരു താലന്ത് അവനെ ഏൽപ്പിക്കത്തക്കവണ്ണം യജമാനൻ അവനെ കണ്ടെങ്കിൽ ഇപ്പോൾ അവനെ യജമാനൻ വിളിക്കുന്നത് ദുഷ്ടനും മടിയനുമായ ദാസനെ എന്നുള്ളതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആത്മീയ ദാനം, ദൈവത്തിന്റെ ധനം, ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ കടന്നു വന്നപ്പോൾ നിങ്ങൾ പ്രയോജനപ്പെടത്തക്കവണ്ണം ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലും തന്നെങ്കിൽ അതിനർത്ഥം ദൈവം നിങ്ങളിൽ നിന്നും മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഒരു മാറ്റമുണ്ടാകുമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു. അതിനു വേണ്ടതായ സാഹചര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരുന്നു. അതേ, ഈ ഒരു താലന്ത് ലഭിച്ചവന് ആ ഒരു താലന്ത് കൊടുത്തതുപോലെ ദുഷ്ടനും മടിയനുമാണെന്ന് യജമാനൻ തിരിച്ചറിഞ്ഞിട്ടും അവന് താലന്തുകൾ കൊടുത്ത് അവനെ നേരായ വഴിക്ക് കൊണ്ടുവരുവാൻ ഈ യജമാനൻ ശ്രമിക്കുന്നത് പോലെ ദൈവം നമ്മളിലും ചില നിക്ഷേപങ്ങൾ നടത്തി നമ്മളെ അവൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാൻ, അതെ, ഈ ദുഷ്ടനും മടിയനും എന്ന് വിളിക്കാതെ വിശ്വസ്തദാസനെ എന്ന് വിളിക്കുവാൻ തക്കോണമായി ദൈവം ആഗ്രഹിച്ച് ഇവന് താലന്തുകളെ കൊടുത്തപ്പോഴും അവൻ്റെ സമീപനത്തിലോ അവൻ്റെ പെരുമാറ്റത്തിലോ അവൻ്റെ ചിന്തയിലോ അവൻ്റെ ചിന്താ നിരൂപണങ്ങളിലോ യാതൊരു മാറ്റമില്ലാതെ അവൻ യജമാനനെ കുറിച്ചുള്ള തെറ്റായ ചിന്തയിൽ അവൻ നടക്കുകയുണ്ടായി. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്ക് എന്ത് ഉണ്ടെങ്കിലും യേശു ക്രിസ്തുവിനെ ശരിയായിട്ട് അറിയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത്. അതിലേക്ക് നമുക്ക് കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതെ, ദൈവരാജ്യത്തിലുള്ളവർ യേശുവിനെ നന്നായി അറിയണം. അവനെ അറിഞ്ഞ് അവൻ നമുക്ക് തന്ന താലന്തുകളിൽ നമ്മൾ അതിനനുസരിച്ച് പെരുമാറുവാനും അതിനെ വ്യാപാരം ചെയ്യുവാനും കഴിയുമെങ്കിൽ ദുഷ്ടനും മടിയനുമെന്നല്ല ദൈവം നമ്മെ വിളിക്കാൻ പോകുന്നത്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നിങ്ങളൊന്ന് പരിശോധിച്ച്, നിങ്ങളുടെ ദൈവം എപ്രകാരമായിരിക്കും വിളിക്കുന്നത്? നിങ്ങൾക്കതിൽ സംശയങ്ങളുണ്ടോ? പക്ഷേ സംശയങ്ങളുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ വിളിയെ, ദൈവം നിങ്ങൾക്ക് തന്ന താലന്തുകളെ ഒന്ന് പരിശോധിക്കുവാൻ സാധിക്കണം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ഈ വചനഭാഗത്തിലൂടെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ടതായ മാറ്റം, ഞങ്ങളുടെ സമീപനങ്ങളിൽ വരുത്തേണ്ടതായിട്ടുള്ള മാറ്റം, അതേപോലെ തന്നെ ദൈവം ഞങ്ങളെ വിശ്വസ്തനെന്നും പ്രാപ്തിയുള്ളവനെന്നും കണ്ട് ഏൽപ്പിച്ചതായ കാര്യങ്ങളിൽ ഞങ്ങൾ വിശ്വസ്തരായിരിക്കത്തക്കവണ്ണം ദൈവത്തെ നന്നായി അറിയുവാൻ, കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ ഞങ്ങളേവരെയും സഹായിക്കണമേ. അതെ, ഇന്ന് ഈ ദിവസം എൻ്റെ ജീവിതത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ജീവിതമാണെന്ന് ഞാൻ അങ്ങയുടെ സന്നിധാനത്തിൽ പറയുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചന ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ എന്നെ വിളിക്കുക. നിങ്ങൾക്ക് ആത്മീയമായ കൂട്ടായ്മയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവും ഞങ്ങൾ നിങ്ങൾക്കായി ചെയ്തു തരുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.